പശ്ചിമ ബംഗാളിൽ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തെ ചൊല്ലി മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോര്. SIR നടപ്പാക്കുന്നത് NRC കൊണ്ടുവരാനാണെന്ന് മമത ആരോപിച്ചു. SIR പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്ന 143 BLOമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡും ചെയ്തു. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്കും ശുപാർശയുണ്ട്. PR സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. PR സുനിൽ, ഒരു ഏറ്റുമുട്ടലിലേക്കാണോ പശ്ചിമ ബംഗാളിൽ മമതയും ഇലക്ഷൻ കമ്മീഷനും? അരുൺ, തീർച്ചയായും പശ്ചിമ ബംഗാളിൽ SIR നടപ്പാക്കുന്നത് നേരായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല എന്നാണ് പ്രധാനമായും തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. NRC നടപ്പാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SIR കൊണ്ടുവരുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തെ ആകെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൂടെ നടത്തുന്നതെന്നും അതിനെ ശക്തമായി ചെറുക്കുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ അഭിഷേക് ബാനർജി, പാർട്ടിയുടെ പ്രധാന നേതാവായ അഭിഷേക് ബാനർജി കൂടി ശക്തമായ പരാമർശവുമായി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. അമിത്ഷായും അതുപോലെ തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറും ഒക്കെ തന്നെ അവരുടെ പിതാക്കന്മാരുടെ ജനന സർട്ടിഫിക്കറ്റ് ജനങ്ങൾക്ക് നൽകിയ ശേഷം SIRമായി മുന്നോട്ട് പോകണം എന്ന ഒരു അഭിപ്രായം കൂടി അഭിഷേക് ബാനർജി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്താകെ SIRന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാളിൽ. അതിനിടെ നിരവധി ഉദ്യോഗസ്ഥർ ഇതിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിന്റെ ഭാഗമായാണ് 143 ബ്ലോക്ക് ലെവൽ ഓഫീസർമാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്കെതിരെ വകുപ്പ് തല നടപടിക്കും ശുപാർശ നൽകിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ ഓഫീസർമാർ ഇത്തരത്തിൽ ഒരു നിസ്സഹകരണം നടത്തുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയമായി ഈ SIRന്റെ പ്രവർത്തനങ്ങളെ ചെറുക്കാൻ തൃണമൂൽ തീരുമാനിച്ചിരിക്കുന്നു. അതേസമയം SIRമായി മുന്നോട്ട് പോകാനുള്ള ശക്തമായ തീരുമാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിൽക്കുകയും ചെയ്യും. താങ്ക് യു. PR സുനിലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.